ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്നത് ഒക്ടോബർ മാസമാണ്. താരതമ്യേന തണുപ്പ് കൂടുതലുള്ള സമയമാണ്. നമുക്ക് ശീതകാല പച്ചക്കറികൾ നടാൻ പറ്റിയ സമയം. ശീതകാല പച്ചക്കറികളെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കാബേജും കോളിഫ്ലവറും ലെറ്റ്യൂസും ബ്രൊക്കോളി, അതുപോലെ കാരറ്റ്, ബീട്രൂട്ട് പോലെയുള്ളവയൊക്കെയാണ് ശീതകാല പച്ചക്കറികൾ. നമുക്കിവരുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കി മാറ്റി നടാം. അതല്ലെങ്കിൽ ഇപ്പോൾ സീസൺ സമയമല്ലേ, അപ്പോൾ നമ്മൾ ഏത് നഴ്സറിയിൽ ചെന്നാലും സാധാരണ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ തൈകൾ അവിടെ കിട്ടാനുണ്ട്. ഈ പാകി മുളപ്പിക്കാൻ സൗകര്യമില്ലാത്തവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ അതേപോലെ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് നടാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നട്ടിരിക്കുന്ന തൈകളൊക്കെ ഇന്ന് കാണിച്ചു തരാവേ. ഇത് ചൈനീസ് കാബേജിൻ്റെ തൈകളാണേ. ഇത് കോളിഫ്ലവറിൻ്റെ തൈകളാണേ. ഇത് 3 എണ്ണവും അത് 2 എണ്ണവും കോളിഫ്ലവറാണ്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞ് കാബേജിൻ്റെ തൈകൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ശീതകാല പച്ചക്കറികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ വളർന്ന് വിളവ് തരുന്നവരാണ്. ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുത്ത് കഴിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവർക്ക് വളം കൊടുക്കണം. വളം മാത്രം കൊടുത്താൽ പോരാ, മണ്ണും കൂട്ടിക്കൊടുത്തെങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവർക്ക് ശലം വളം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഇതുപോലെ ചുറ്റിനും, അത് ഇലയിലോ വേരയിലോ ഒന്നും മുട്ടാത്ത പോലെ വളരെ കുറച്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇവർ ചെടി തീരെ ചെറുതല്ലേ, അപ്പോൾ അതിൻ്റെ കണക്കിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മണ്ണൊന്ന് അവരുടെ ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവർക്ക് നല്ല വളർച്ച കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒടിഞ്ഞു പോകരുത് കേട്ടോ. ഒടിഞ്ഞു പോകാത്ത പാകത്തിന് ഇങ്ങനെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം. ഇത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈകളാണേ. വളർന്നങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ചെടികൾ ഇങ്ങനെ വളർന്ന് തുടങ്ങിയാൽ ഒന്നുകിൽ ജൈവവളം അല്ലെങ്കിൽ ജൈവ സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണേ. അത് വളരെ നേർപ്പിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇന്നലെ എനിക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൈവ സ്ലറി ഏത് പ്രായം മുതൽ ചെടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് ചുവട് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയം തൊട്ട് കൊടുക്കാം, പക്ഷേ വളരെ വളരെ നേർപ്പിച്ചതിന് ശേഷം മാത്രം വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ചെടിയുടെ വേരുകൾ അഴുകിപ്പോവും. അപ്പം ഞാൻ ഈ ചെടിയുടെ ചുറ്റിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശകലം മണ്ണ് കൂട്ടിക്കൂടെ കൊടുക്കണേ. മണ്ണ് അടുപ്പിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് ശീതകാല പച്ചക്കറി ചെടികൾക്ക് നല്ല വളർച്ചയും വിളവും കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ മണ്ണില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ എവിടുന്നെങ്കിലും ഇപ്പം പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ വേണം നമുക്ക് ഇതിനിട്ട് കൊടുക്കാനേ. അങ്ങനെ അതിൻ്റെ ചുവടിലേക്ക് എപ്പോഴും മണ്ണ് അടുപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ശീതകാല പച്ചക്കറി ചെടികൾ വളർന്നു വരുമ്പോൾ ഒരു കാരണവശാലും വാടിപ്പോകാൻ അനുവദിക്കരുത്. വാടിപ്പോയാൽ നമ്മൾ ഇപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചില്ല, അല്ലെങ്കിൽ തലേദിവസം വെള്ളം ഒഴിച്ചില്ല, ഇത് വാടി നിൽക്കും. നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇവർ നിവർന്നൊക്കെ വരും. പക്ഷേ അവരുടെ ആ വളർച്ചയുടെ ശക്തി, അല്ലെങ്കിൽ ആ വളർച്ചയുടെ ആ ലെവല് കുറഞ്ഞു പോകും. അപ്പം നമുക്ക് കിട്ടാനുള്ള വിളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ശീതകാല പച്ചക്കറി ചെടികളെ വാടിപ്പോകാനായിട്ട് അനുവദിക്കരുത്. ശീതകാല പച്ചക്കറി ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നാണെന്നറിയോ, നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമാണ്, ഈ ശീതകാല പച്ചക്കറികളെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ കൂടുതൽ കീടങ്ങൾ ആക്രമിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കീട നിയന്ത്രണത്തിൽ കാര്യമായ ശ്രദ്ധ വേണം. അപ്പം കീടങ്ങൾ അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ വേപ്പെണ്ണയും സോപ്പും അത് തന്നെ ധാരാളം മതി. ഇനി അതല്ല, കീടങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ കരുതൽ എന്ന നിലയിൽ ബിവേറിയ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി എല്ലാ ആഴ്ചയും നമ്മളുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശീതകാല പച്ചക്കറി യാതൊരുവിധ കീടശല്യവും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒക്ടോബർ മാസത്തിൽ നന്നായി നട്ട് വളർത്താനും അതുപോലെ വിളവെടുക്കാനും പറ്റുന്ന മറ്റൊരു വിളയാണ് പയർ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പയറിൻ്റെ വിത്തുകൾ, അല്ല പാത്രം മാറിപ്പോയിട്ടുണ്ട്, ഞാൻ വേറെ പാത്രം എടുത്തുകൊണ്ടിരുവേ. ഈ പാത്രത്തിലായിരുന്നു ഞാൻ പയർ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, രാവിലെ നമ്മൾ വെള്ളത്തിനകത്തിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം പയറായാലും ബീൻസ് ആയാലും നമുക്കതിൻ്റെ വിത്തുകളെ ഇതുപോലൊരു തുണിക്കകത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് കണ്ടോ, എല്ലാവരും തന്നെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുളയ്ക്കാതെ പോകുമെന്ന് പേടിക്കാനില്ല. ഇപ്പോൾ ഇതേപോലെയുള്ള
മഴയൊക്കെ കുറവുള്ള സമയമാണെങ്കിൽ നമുക്ക് വിത്തുകളെ നേരിട്ട് മണ്ണിലേക്ക് തന്നെ നടാം, ഒരു കുഴപ്പമില്ല, അവർ കിളുത്ത് വന്നോളും. എന്നാൽ ഈ മഴക്കാലം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയമാണെങ്കിൽ നമ്മൾ പയർ വിത്ത് ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വന്ന് വീണ് അവിടെ തങ്ങി നിന്നിട്ട് ചിലപ്പോൾ പയർ വിത്തുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പയറിൻ്റെ വിത്തുകളെ ഈ പാത്രത്തിനകത്ത് പാകി കൊടുക്കാൻ പോവുകയാണേ. കൂർക്ക കണ്ടോ, അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് അതിക്രമിച്ച് അവന്മാർ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷേ വേരൊക്കെ ഓടിത്തുടങ്ങി. ഇവന്മാർ ഇവിടെ നിർത്തിയാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ, ഈ പാത്രം അങ്ങ് നിറയ്ക്കും. അതാണ് അവരുടെ പരിപാടി. അപ്പം ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട്, നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ, ഇതിനകത്തേക്ക് ഞാൻ നല്ല പയറിൻ്റെ വിത്തിനെ ഒരു 2-3 എണ്ണം ഞാൻ അങ്ങ് പാകുവാണേ. ചിലതൊക്കെ എത്രയാണെന്ന് പറഞ്ഞാലും മുളയ്ക്കാതിരിക്കും, പിന്നെ ചിലത് കിളുത്ത് കയറി വരുമ്പോൾ ആരോഗ്യമില്ലാത്തതായിരിക്കും. അപ്പോൾ ഒക്കെ നമുക്ക് അവരെ കളയണ്ടേ. അപ്പോൾ ഒരു 2-3 എണ്ണത്തിനെ ഞാൻ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ വേരൊക്കെ താഴേക്കാക്കി വെക്കാവേ. ഇനി അങ്ങനെ അല്ലെങ്കിലും അവരിങ്ങ് കിളുത്ത് പോകുന്നല്ലോ, അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. വെറുതെ വാരി ഇട്ടാൽ മതി. എന്നിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. കണ്ടോ, അപ്പോൾ അങ്ങനെ കിടക്കട്ടെ, ചെറുതായിട്ട് മൂടിയാൽ മതി. അതുപോലെ ഞാൻ ഇവിടെ കൂടെ നടാം. നല്ലോണം ചുവട്ടിലോട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇവരുടെ വേര് മണ്ണിലേക്ക് ഇറങ്ങിപ്പോണ്ടേ. ഉണ്ടോ, ഇത് കുറച്ചധികം വളർന്നിട്ടുണ്ട്. അവനവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇവരെ ഞാൻ ഇതുപോലെ പാകി കൊടുത്തു. ഓർമ്മയോടെ കിടന്നോട്ടെ. ഇപ്പോൾ പയറിൻ്റെ പാകൽ കഴിഞ്ഞു. ഇതുകൂടാതെ നമുക്ക് ഈ സമയത്ത് വെണ്ട നടാവേ. ഇത് നമ്മുടെ ആനക്കൊമ്പ് വെണ്ടയാണ്. അതുപോലെ പാവൽ, പടവലം, മത്ത, കുമ്പളം ഇതൊക്കെ ഈ സമയത്ത് നടാവുന്നതാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പാവലിൻ്റെ നല്ല വിത്തുകളുണ്ട്. ഇവരെ നമുക്ക് കുഴിച്ചിട്ട് തന്നെ വളർത്തി തുടങ്ങുകയും വേണം. ഈ പാവലിൻ്റെ വിത്തിനെ ഞാൻ ഇവിടേക്ക് കുഴിച്ചിടാൻ പോവുകയാണേ. ഇത് നമ്മളെന്നാണെന്നറിയോ, നമ്മുടെ ഗ്രോ ബാഗിനകത്തേക്ക് നമ്മളിവിടെ ഈ വെട്ടുകയും കരിയിൽ അടിച്ചു വാരുകയൊക്കെ ചെയ്യുമ്പോൾ ചവറെല്ലാം ഇതിനകത്തിടും. അപ്പോൾ അതൊരു പുത പോലെ ഈ മണ്ണിനകത്തങ്ങ് കിടന്നോളും. അപ്പം ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട്, കണ്ടോ മണ്ണര കണ്ടോ, ഇഷ്ടംപോലെ മണ്ണരയുണ്ട് കണ്ടോ. മണ്ണരയുള്ള മണ്ണിനാണ് ഇളക്കമുള്ള മണ്ണായിട്ട് നമ്മൾ കാണുന്നത്. അല്ലെ ഒരു മണ്ണിളക്കം ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ ഇതുപോലെ മണ്ണിളക്കിയിട്ട് ഇവിടെ ഒരു 4 വിത്ത്, എത്ര എണ്ണം കിളുത്ത് വരുമെന്ന് അറിയാൻ മേല. ഈ സമയത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ മറ്റൊന്നാണേ തക്കാളി. തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനുവരി മാസം വരെ, കൂടി വന്നാൽ ഒരു ഫെബ്രുവരിയുടെ പകുതി വരെ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതാണ് തക്കാളി. നമ്മുടെ ടെറസ് തോട്ടത്തിൽ നിന്ന് തക്കാളി വിളവെടുക്കുന്ന വീഡിയോ നമ്മൾ 2-3 ദിവസമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടോ, അപ്പോൾ 5-6 തക്കാളിയുടെ തൈയുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് നടുവാണേ. അപ്പം നല്ലോണം മണ്ണ് ഇളക്കിക്കോണം. ഇപ്പം എൻ്റെ ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും ഞാൻ എപ്പോഴും കുറച്ച് ഉണങ്ങിയ ഇലകളും പിന്നെ ഇവിടുത്തെ ചപ്പ് ചവർ ഇവിടെ അടിക്കുമ്പോൾ ഒക്കെ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഈ ചെടികളൊക്കെ നടുന്നത്. ഗ്രോ ബാഗിനകത്തേക്ക് അങ്ങ് വെട്ടി വാരിയിടുക ചെയ്യുന്നത്. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിട്ടിട്ട് വയ്ക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു കുഴിക്കകത്തേക്ക്, അപ്പോൾ തക്കാളി നടുന്ന രീതി അറിയാമല്ലോ, നല്ലവണ്ണം താത്ത് വേണം നടാൻ. അപ്പോൾ എനിക്കിവിടെ ഇട കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നടുമ്പം ഒരു ചുവട്ടിൽ ഒരെണ്ണം മാത്രം നട്ടാൽ മതി. ഞാൻ ഈ കുറഞ്ഞ ഇടയിലുള്ള പരിപാടിയല്ലേ, അപ്പം നമ്മൾ ഉള്ള ഇടയിൽ ഓണം പോലെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെയോട്ട് എൻ്റെ കയ്യിൽ ഇനി ഈ ഇത്രയും തൈയും കൂടെ ഉള്ളേ, ഇതും കൂടെ ഞാനങ്ങ് ഒരുമിച്ച് നടുക കേട്ടോ. ഇനി നല്ലോണം വളവും വെള്ളവും തക്കാളി വളർത്തുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ളൊരു സംശയം കൃഷിയെക്കുറിച്ച് വന്നാലും അപ്പം തന്നെ നിങ്ങൾ ചില്ലി ജാസ്മിന് പേരടിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അടിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ചീരയാണേ ചീര, അല്ലെങ്കിൽ പയറെന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നോട് സുഹറ ബീവി, ഫാത്തിമ ബീവി, ഇനി പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണേ. അപ്പം ഞാൻ മറന്നുപോയി ആ പേരേതാന്ന്. അവരൊരു 2-3 ദിവസത്തിന് മുന്നേ തൊട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുറ്റി കുരുമുളക് വള്ളിയായിട്ട് വളരുന്നു, അതിലെന്ത് ചെയ്തിട്ടും കായ്കൾ ഉണ്ടാകുന്നില്ല. അപ്പം നിങ്ങൾ എൻ്റെ കുറ്റി കുരുമുളക് കണ്ടോ, ഇത് നിറയെ കായ്കളുമായിട്ട് നിൽക്കുവാണേ കണ്ടോ. പക്ഷെ ഞാൻ ഇവർക്കേ ആ മഴക്കാലത്ത് ഇത് ചാഞ്ഞു പോയപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തു കേട്ടോ. കണ്ടല്ലോ, ഈ സപ്പോർട്ട് വഴി കയറിപ്പോകുന്ന കണ്ടോ. ഇത് ഈ സപ്പോർട്ട് കൊടുത്തപ്പം ഇവരിങ്ങനെ വളരുന്ന കണ്ടപ്പോൾ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് എനിക്കൊരു 2-3 കമ്പ് മുറിച്ച് എൻ്റെ മതിലേൽ അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ നിൽക്കുന്ന 1-2 മരത്തിൻ്റെ ചുവട്ടിൽ വളർത്തണം എന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ കമ്പ് കൊടുത്തപ്പോൾ കണ്ടോ, അതേക്കടെ പറ്റിപ്പിടിച്ച് നമ്മളുടെ പഴയ സൈസ് കൊടിയില്ലേ മരത്തേലൊക്കെ കയറുന്നേ,
അതേപോലെ ഇവർ വളരും. പക്ഷേ ഇങ്ങനെ വളർന്നാലും ഇതേപോലൊരു കായ്ഫലം കിട്ടത്തില്ല കേട്ടോ. അപ്പം നമുക്കിതുപോലെ കുറ്റിക്കുരുമുളകായിട്ട് തന്നെ നിർത്താനുള്ളവരാണെങ്കിൽ ഇങ്ങനെ വളർന്നു വരുന്ന അവസരത്തിൽ അത് മുറിച്ച് കളഞ്ഞേക്കണം. ഇത് കണ്ടോ, ഈ വേര് കണ്ടോ, ഈ വേരുള്ള ഭാഗം വെച്ച് മുറിച്ച് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലോ മതിലരികിലോ വെച്ചാൽ അവിടെ കൂടെ പടർന്നു കയറി അവിടെ ഉണ്ടായിക്കോളും. അപ്പം ഇതേ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിളവ് നമുക്ക് വളരെ കുറയും. മാത്രമല്ല ടെറസ് പോലെയുള്ളിടത്തൊന്നും ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നൊരു രീതിയല്ല നല്ലത്. ഇങ്ങനെ കുറ്റിച്ച് നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ദേ ഈ കുരുമുളക് നിങ്ങൾ കണ്ടോ, ഇഷ്ടം പോലെ എല്ലാ വശങ്ങളിലേക്കും കുരുമുളക് മണിയുണ്ട് കണ്ടോ. ഇങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ഈ മരത്തെ കയറാൻ ആളെ കിട്ടാഞ്ഞിട്ടും നമ്മുടെ ആവശ്യത്തിന് ഓടിച്ചെന്ന് പറിക്കാൻ വേണ്ടിയൊക്കെയാണല്ലോ നമ്മൾ ഈ കുറ്റിക്കുരുമുളക് വളർത്തുന്നത്. അപ്പോൾ ഇതുപോലെ വള്ളിയായിട്ട് കയറ്റി വിട്ടിട്ട് ഒരു കാര്യമില്ല. വള്ളി ഈ രീതിയിലുള്ളൊരു വളർച്ച കാണുന്ന ഭാഗത്ത് വെച്ചിട്ട് മുറിച്ച് വിട്ടാൽ മതി. വീണ്ടും ഇതേപോലെ തന്നെ വന്നിട്ട് ഉണ്ടായിക്കോളും. ഈ കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ, ഇതേലിപ്പം പാകമായതുണ്ട്, പറിക്കാറായതുണ്ട്, വിരിഞ്ഞ ഉടനെ ഉള്ളതുണ്ട്, ഇതേ പൂ വരുന്നുണ്ടോ. ഇങ്ങനെ എല്ലാ അവസരങ്ങളിലും നമുക്ക് മുളക് ഉണ്ടായി കിട്ടിക്കൊണ്ടിരിക്കും കുറ്റിക്കുരുമുളകിൽ നിന്ന്. ഇത് കാരറ്റാണേ. അപ്പോൾ നമുക്കിതിൻ്റെ വിത്തുകൾ എടുക്കാം. അപ്പോൾ ഇതേപോലെ നോക്കട്ടെ. ചിലപ്പോഴാണ് അതിനകത്ത് ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും, ചിലപ്പോൾ അതിനകത്ത് വേറെ പാക്കറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലൂസായിട്ട് കിടക്കുന്ന അതിനകത്തെ വിത്ത് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഈ സ്ഥലം കണ്ടോ, ഇവിടേക്ക് ഇതിനെ അങ്ങോട്ട് പാകാൻ പോവുകയാണേ. ഇത്രയും സ്ഥലത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കാരറ്റൊക്കെ വളർത്താൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ചങ്ങ് ഇട്ടേച്ചാൽ മതി. തൈ കിളുത്ത് വരുമ്പോൾ അടുത്തടുത്ത് കിളുത്ത് വരുവാണെങ്കിൽ നമ്മളതങ്ങ് മുറിച്ച് മാറ്റി പറിച്ച് മാറ്റി ആരോഗ്യമില്ലാത്തതിനെയൊക്കെ മാറ്റുക, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലുമൊക്കെ നടാം. ഇപ്പം ബീട്രൂട്ടും നമുക്ക് ഇതേപോലെ തന്നെ നടാം കേട്ടോ. കാരറ്റായാലും ബീട്രൂട്ടായാലും നമ്മൾ എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ പാകി മുളപ്പിക്കുന്നതാണ് നല്ലത്. മാറ്റി നട്ട് കഴിഞ്ഞാൽ അവരുടെ വേര് പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ കാരറ്റായാലും ബീട്രൂട്ടായാലും ഉണ്ടായി കിട്ടത്തില്ല. ഇത് കണ്ടോ, ചോലച്ചീര നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുത്താൽ ഒരു തോരൻ വെക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ഒക്ടോബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കുറേ അധികം പച്ചക്കറികളുടെ പേരൊക്കെ പറഞ്ഞു. ഇതുകൂടാതെ മുളകും വഴുതനയും ഒക്കെ കുറവുള്ളവരാണെങ്കിൽ അതും നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ ഈ ടെറസിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന അവസരത്തിൽ നമുക്ക് കുറച്ച് സ്ഥലമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ചും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും നമുക്ക് വളർത്താൻ പറ്റുന്നതും അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഇനം സാധനങ്ങളൊക്കെ ഒരു 5 ഇനം പച്ചക്കറികളെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി. നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്താവേ. അപ്പോൾ നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടായി കിടക്കുന്നുണ്ടോ, സ്നോ വൈറ്റ് വെറൈറ്റിയിലുള്ളതാണേ, നല്ലതാണ്. ഇതുണ്ടാകുന്ന അവസരത്തിൽ ചെറിയ മുള്ളുകളൊക്കെ പോലെ ഉണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് തൂത്താൽ തന്നെ പോകും, അല്ലെങ്കിൽ പാകമാകുമ്പോൾ അവരങ്ങ് തന്നെ പൊഴിഞ്ഞു പോകും. ഇത് അത്ര വിളഞ്ഞതല്ലേ. ഈ പാകത്തിൽ പറിക്കുവാണ് നമുക്ക് തിന്നാൻ നല്ലത്. ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് ഒരു 1 കിലോ വരെയൊക്കെ വളർന്ന് വലുതായി കിട്ടും. ഇത് കണ്ടോ ചെറുത്, ഇതും കൂടെ ഞാനിങ്ങനെ അങ്ങ് പറിച്ചെടുക്കുക കേട്ടോ. ഇഷ്ടംപോലെ ഇതേ കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇത് നട്ട് വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പം വിളവെടുപ്പ് നമുക്കിത് കൂടുതലുണ്ടായി അതിൻ്റെ കായ്ഫലം കുറയുന്നു എന്ന് കണ്ട് മനസ്സിലാകുമ്പോഴേ അടുത്തതിനെ കയറി വരാനുള്ളത്ര പാകത്തിൽ വളർത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് ഇതുപോലെയൊക്കെയുള്ള കായ്കൾ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിതേ ഈ ബട്ടർ നട്ട് പറിക്കാവേ. ഇത് ശരിക്കും പറഞ്ഞാൽ സാലഡ് കുക്കുംബർ തിന്നുന്നത് പോലെ തിന്നാനാണ് ഏറ്റവും നല്ലത്. ഇത് ഒരു പാവയ്ക്കയുണ്ട്. പീച്ചിലിൻ്റെ ഉണ്ടാകലൊക്കെ കുറഞ്ഞു. അപ്പോൾ അതേ പീച്ചിലിൻ്റെ വലിപ്പവും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതങ്ങ് വിളവെടുക്കുവാണേ. ചെറിയൊരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഇത് ഇവിടെയൊക്കെ 5-6 പയറൊക്കെ ഉണ്ട്. നമ്മൾ ഈ പയർ പറിച്ചില്ലുണ്ടല്ലോ, തത്തമ്മ വന്നാൽ അതെല്ലാം അടിച്ച് പറിച്ചെല്ലാം കളയും. ഇപ്പോൾ വിളയുന്നതൊന്നും നോക്കുന്നില്ല അവർ. നമുക്കത് ഇവിടെ നിന്ന് ഒരു 2 പുതിനാക്കമ്പും കൂടെ വെട്ടിക്കൊണ്ട് പോവേ. അപ്പോൾ ഉള്ള മുളക് ഞാനങ്ങ് പറിച്ചെടുത്തേക്കാം. ഇത് ബുള്ളറ്റ് മുളകാണേ. അപ്പോൾ പറിക്കാൻ നല്ല എളുപ്പമാണ്. കുടുകൂടാന്ന് പറിച്ചെടുക്കാം. അതാണ് ഇവന്മാരുടെ ഗുണം. ഇനി ഇവിടെ 2 ബജിമുളകുണ്ടേ, അതും കൂടെ ഞാൻ പറിച്ചുകൊണ്ട് വരാം. കണ്ടോ, സൂപ്പറല്ലേ. കുറച്ച് വിളവെടുത്തതുണ്ടേ, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുക. ഇനി നമുക്ക് ബാക്കിയും കൂടെ എടുത്തിട്ട് വരാം. ഈ തക്കാളിയും കൂടെ നമുക്ക് വിളവെടുത്തേക്കാവേ. കണ്ടോ, 2-3 തക്കാളി കിട്ടി. ഇനി അവിടെയൊക്കെ കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരു 2-3 പാവയ്ക്കുണ്ടേ. ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് വിത്തെടുക്കാം. ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് തോന്നിയ പോലെല്ലാം വളരും. ഇനി ഇതെല്ലാം ഈ പാവലിൻ്റെ വള്ളിയെല്ലാം കളഞ്ഞിട്ട് പുതിയ പാവൽ നമുക്ക് പിടിപ്പിക്കണം. ഇതൊരു നല്ല പാകമായിട്ടുള്ള പാവയ്ക്ക് ഉണ്ടോ. അന്ന് നമ്മൾ വിളവെടുത്തതാണ് ഈ തക്കാളിയെ. അപ്പോൾ തക്കാളി അത് പോക്കായി. ഒരു കുറേ കായ്ഫലം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ
തക്കാളിയൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ചെടി മാറ്റിയിട്ട് നമ്മൾ വേറെ നട്ട് പിടിപ്പിക്കണം. അവിടെ ഇവിടെയൊക്കെ 2-3 ഉണ്ട്. ഇതൊക്കെ പറിച്ചെടുക്കുക, അടുത്ത സെറ്റിനെ വളർത്തിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു കുഞ്ഞൻ സാലഡാണേ. പിന്നെ ഇവിടെ കുഞ്ഞു കുറച്ച് പച്ചമുളകുണ്ട്. ഇതെല്ലാം ഞാൻ പറിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ചെറിയ ബൾബ് പോലെ ഉരുളക്കിഴങ്ങ് പോലെ കിടക്കുന്നുണ്ടോ? ഇതാണ് അടതാപ്പെന്ന് പറയുന്ന സാധനമേ. അപ്പോൾ ഇത്രയും ചെറുതിലോ കുറച്ചും കൂടെ വലുതായാലൊക്കെ പക്ഷേ ഈ അടതാപ്പിനെ ഉണ്ടല്ലോ, പുഴുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടായി കിടക്കുമ്പോൾ അതിൻ്റെ മേളിൽ കയറി പുഴു ഇരുന്നിട്ട് കാർന്ന് തിന്നും. അങ്ങനെ വരുന്നത് ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് പോയിരിക്കുന്നുണ്ടോ, അത് പുഴു കയറിയിരുന്ന് തിന്നതാണ്. പിന്നെ ബാക്കി കിടക്കുന്നതിനെ പുഴുവിനെ നമ്മൾ കളയുവോ തന്നെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതുപോലെ വളർന്ന് കിട്ടും. ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നമുക്ക് എല്ലാ കറികളിലും തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു 5-6 കോവയ്ക്ക അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കോവയ്ക്ക തീരെ ഉണ്ടാകാതിരിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരുന്നിട്ട് ഇപ്പോൾ വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവിടെ എവിടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. കുറച്ച് കറിവേപ്പില പറിച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് അടതാപ്പിൻ്റെ കാ പറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 1-2 ചെറിയ പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ച് തക്കാളിയുണ്ട്, കുറച്ച് കോവയ്ക്കയുണ്ട്, കുറച്ച് പച്ചമുളകുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടു. കണ്ടോ, നമുക്ക് കുറച്ചും കൂടെ വിളവെടുക്കാനുണ്ട്. എടുത്തിട്ട് വരാം. ഇവിടുന്ന് ഈ വെണ്ടയ്ക്ക കൂടെ വിളവെടുക്കാം. അപ്പോൾ വെണ്ട അങ്ങ് വലുതായി പോയി, വെട്ടി വിടണം, അല്ലെങ്കിൽ നമുക്കിത് വിളവെടുക്കാൻ കൂടെ പാടാം. നമുക്കിത് ഇവിടെ തൊട്ട് വെണ്ടയ്ക്ക ഇടാം. ഇനി ഇതേലും 1-2 എണ്ണം ഉണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. ഇനി നമുക്ക് 5-6 മുളക് പറിക്കാം. അത്ര കട്ടിയായിട്ട് പാകമായിട്ടൊന്നും ഇല്ല, എന്നാലും നമ്മുടെ ആവശ്യത്തിന് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നമ്മുടെ ഒരാഴ്ചത്തെ ആവശ്യത്തിനുള്ളത് നടക്കും, അല്ലെങ്കിൽ അടുത്ത വിളവെടുപ്പ് വരെയുള്ളത് നമ്മുടെ കാര്യം നടക്കും. അപ്പോഴത്തേക്കിന് ഇവർ അടുത്ത സെറ്റ് നമുക്ക് തരികയും ചെയ്യും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വിളവെടുക്കാൻ കിട്ടിയിരിക്കുന്നത്. കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, ബട്ടർനട്ടുണ്ട്, പച്ചമുളകുണ്ട്, സാലഡ് കുക്കുംബറുണ്ട്, തക്കാളിയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വിളവെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.